ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സാൽമൺ ഫിഷ് കറിയാണ്. അതിനായിട്ട് മീനെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വളരെ രുചികരമായൊരു മീനാണ്. ഇനി ഒരു ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 2 സവാള അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അരപ്പിനായിട്ടാണ് നമ്മളിപ്പോൾ സവാള വഴറ്റുന്നത്. തേങ്ങയൊന്നും ചേർക്കാത്ത കറിയാണിത്. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വളരെ രുചികരമായൊരു കറിയാണ്. ഈ മീനും അതുപോലെ നല്ല രുചികരമായൊരു മീനാണ്. മുള്ളെല്ലാം കുറവായതിനാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മീനാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണം. സവാളയെല്ലാം ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ കുറച്ച് സവാള കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ചെറിയ 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. പുളിയുടെ അളവനുസരിച്ച് നമുക്ക് തക്കാളി എത്ര വേണോ അതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അരയ്ക്കാനുള്ളതെല്ലാം നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതൊന്ന് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പെല്ലാം ഞാനിപ്പോൾ നമ്മൾ വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പ് വെള്ളവും അതുകൂടാതെ തന്നെ നമുക്ക് മീൻകറി എത്ര ആവശ്യമുണ്ട് അതനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് പുളിവെള്ളം കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകാണ്. ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കറി ആദ്യത്തെ തിളപ്പ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇറക്കാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം മീൻ കറി ഇറക്കി വയ്ക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ശരിക്കും പറഞ്ഞാൽ രാത്രി വെച്ച ശേഷം രാവിലെ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഈ മീൻ കറിക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ചൂട് ചോറിനോടൊപ്പം മാത്രമല്ല ചപ്പാത്തിയോട് അപ്പത്തിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ രുചികരമായ സാൽമൺ ഫിഷ് കറി റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.